സോ ഗായ്സ്, ഇറ്റ്സ് ഒഫീഷ്യൽ. എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കാണും. LG ഇനി തൊട്ട് സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷനിൽ ഏർപ്പെടുത്തില്ല എന്നുള്ള ആ ഒരു ന്യൂസ്. അതായത് അവർ കംപ്ലീറ്റ്ലി അവർ ആ ഒരു സ്മാർട്ട് ഫോൺ സെക്ടറിനെ ഡിസോൾവ് ചെയ്യുകയാണ്. ഇനി തൊട്ട് LG ഫോൺസ്, പുതിയതായിട്ടുള്ള LG ഫോൺസ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള ഒരു ബാഡ് ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാഡ് ന്യൂസ് എന്നുള്ള ഒരു ടേം ഭയങ്കര സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് എന്നുള്ള രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും പലർക്കും LG ഫോൺസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതായത് LG ഒരു ഫോൺ പ്രൊഡ്യൂസിങ് കമ്പനിയായിരുന്നു. ഞാൻ AC എന്ന് കേട്ടിട്ടുണ്ട്, LGയുടെ TV കണ്ടിട്ടുണ്ട്, മോണിറ്റർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഫോൺ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് അല്ലേ. അത് അവരൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കുറച്ച് നാളായിട്ട് LG ഫോൺസ് അത്രയും അങ്ങ് വിറ്റുപോയിട്ടുള്ളൊരു ഫോൺസ് അല്ല. ഭയങ്കരമായിട്ട് ആ ഒരു സെയിൽസ് ഡൗൺ ആയിരുന്നു. അത് തന്നെയാണ് LG ഈ ഒരു സെക്ടറിനെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യാൻ കാരണം. ഏകദേശം 6 ബില്യണോ ആ ഒരു, എനിക്ക് കറക്റ്റ് നമ്പർ അറിയത്തില്ല, ആ ഒരു റേഞ്ചിലൊക്കെയാണ് LGക്ക് ലോസ് വന്നേക്കുന്നത്. അപ്പോൾ അത്രമാത്രം വലിയൊരു ലോസ് വരാൻ കാരണവും പിന്നെ അവരെ ബാക്കിയുള്ള ആ ഒരു സെക്ടറിൽ നിന്ന് അവരെ ഫോക്കസ് ചെയ്യാൻ വിടുന്നുമില്ല. ഈ ഒരു ലോസ് കാരണം കംപ്ലീറ്റ്ലി അവർക്ക് ബാക്കിയുള്ള ആ ഒരു സെക്ടേഴ്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുമില്ല. അതൊക്കെ കൊണ്ടാണ് അവരുടെ CEO പറഞ്ഞത് ഈ ഒരു എന്തായിരുന്നു LGയുടെ സ്മാർട്ട് ഫോൺസിനെ കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും LGയുടെ ഈ ഒരു ഡിസിഷനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ഇപ്പോൾ അവരെ ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പലതും അവർ ഇറക്കുന്നുണ്ട് വേറൊരു സൈഡിൽ അല്ലേ. മീൻസ് ഇഷ്ടം പോലെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് തന്നെ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ്. പക്ഷേ ഈ ഒരു ഫോൺ സെക്ടറിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ ആയിട്ടില്ല അവർ കുറച്ച് നാളായിട്ട്. സോ അവരങ്ങനെ എന്താ പറയുക, അങ്ങനെ ബാക്കിൽ നിന്ന് പിടിച്ച് വലിക്കുന്ന ഒരു സെക്ടറാണ് ഫോണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല ഡിസിഷനായിട്ടാണ് പറയുന്നത്. ഒരിക്കലും അതൊരു മോശം ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആൾക്കാരുടെ ഇടയിലുള്ളൊരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ LG കംപ്ലീറ്റ്ലി ഒരു വേസ്റ്റ് ഓഫ് എ കമ്പനിയായിരുന്നു. അവരെന്താ കംപ്ലീറ്റ്ലി ഒരു വേസ്റ്റ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ലൈനപ്പിനെ നിർത്തിയിട്ട് പോയത് എന്നുള്ളൊരു ഇമ്പ്രഷനുണ്ട്. ആക്ച്വലി അങ്ങനെ അല്ല. നമ്മളിപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺസിലെ പല ഫീച്ചേഴ്സും LGയുടെ കോൺട്രിബ്യൂഷൻ കാരണമാണ് ഈ ഒരു ലെവലിലായി തീർന്നത്. അതായത് LG എപ്പോഴും ആ ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്നത് ഇന്നോവേഷൻസിലാണ്, ബാക്കി എല്ലാത്തിനേക്കാളും. ഇന്നോവേഷൻസ് മാക്സിമൈസ് ചെയ്യുക ഓരോ ഫോൺ അവരിറക്കുമ്പോഴത്തേക്കും. ബാക്കിയുള്ള ഫോണിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലിരിക്കണം ഈ ഒരു ഫോൺ, അവരിറക്കുന്ന ഒരു ഫോൺ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലായിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. കൂടുതൽ മീൻസ് അങ്ങേയറ്റം അതിൽ മാത്രമായൊരു ഫോക്കസ്. അത് കാരണമാണ് അവരുടെ ആ ഒരു ഫെയിലിയർ വന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഇൻടേൺ പറയുവാണെങ്കിൽ ആ ഒരു ഇന്നോവേഷൻസ് ഓരോന്നായിട്ട് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് അൾട്രാ വൈഡ് ക്യാമറ വന്നത് LG ഫോൺസിലാണ്. ഫസ്റ്റായിട്ട് ക്വാഡ് HD ഡിസ്പ്ലേ വന്നത് LG ഫോൺസിലാണ്. അതുപോലെ തന്നെ ഡബിൾ ടാക്ക് ടു വേക്ക് ആ ഒരു കാര്യം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് LG ഫോൺസിലാണ്. പിന്നെ പല ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമ്മൾ LG ഫോൺസിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ആ LG Wing 2019 റിലീസ് ചെയ്തൊരു ഫോണാണ്. അപ്പം 2020 റിലീസ് ചെയ്ത ഫോണാണ്, സോറി. അപ്പം ആ ഒരു ഫോണിനാണെങ്കിലും കുറച്ചൊരു ഡ്യുവൽ സ്ക്രീൻ ടെക്നോളജി ഇപ്പം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഫൺ ടു യൂസ് ആയിട്ടുള്ള ഒരു ഫോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്യുവൽ സ്ക്രീൻ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് LG ആണ്. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഫസ്റ്റ് എന്താ പറയുക, ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒരു ഫോണിന്, അതുവരെ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. ആദ്യമായിട്ട് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊണ്ടുവന്നത് LG ആണ്. അങ്ങനെ ഇഷ്ടം പോലെ ഇന്നോവേഷൻസിൻ്റെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു സ്മാർട്ട് ഫോൺ സെക്ടറിലാണെങ്കിലും LG. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇന്നോവേഷൻസിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫുള്ളി അതിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടന്നു. ഓൺ ദി അതർ സൈഡ് ആ ഒരു എസെൻഷ്യൽ ആൾക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലാണെങ്കിൽ ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും LGയുടെ ഫോൺസ് ഒരിക്കലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫോണായിട്ടില്ല. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഇടയ്ക്കൊക്കെ ഒരു പെർഫോമൻസ് കാണിച്ചെങ്കിലും പിന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല LGയുടെ ക്യാമറ സിസ്റ്റം ആണെങ്കിലും പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും വളരെ വേഴ്സ് ആയിരുന്നു. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒന്നും അത്ര നല്ലതേ അല്ലായിരുന്നു. അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ എല്ലാത്തിൻ്റെ കാര്യത്തിലും ഒരു പോരായ്മ തന്നെ LG ഫോൺസിനുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ഫോൾട്ട് വന്നുകൊണ്ടാണ് അവരുടെ ആ ഒരു ബാക്കിയുള്ള സെയിൽസ് ഒന്നും മര്യാദയ്ക്ക് നടക്കാഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവരെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ആ ഒരു ലാസ്റ്റ് ഈ ഒരു ബ്രിങ്ക് ഓഫ് ലോസിലെത്തി. പിന്നെ കംപ്ലീറ്റ് ഒരു സ്റ്റോപ്പും ഡിസൊല്യൂഷനിലും എത്താൻ കാരണമായെന്നാണ്. എന്തുകൊണ്ടും വലിയൊരു ലോസ് തന്നെയാണ്. മീൻസ് ഒരു കോമ്പറ്റീറ്റർ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു എൻവിറോൺമെൻറ്റിൽ നിന്ന് ആ ഒരു കോമ്പറ്റീറ്റർ പോകുമ്പോഴത്തേക്കും വലിയൊരു ലോസ് തന്നെയാണ്. കാരണം ഇത്രയും വലിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നൊരു കോമ്പറ്റീറ്റർ അല്ലേ. അപ്പം അതിന് അവിടെയുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ ആ ഒരു എന്താ പറയുക ടെക്നോളജിക്കൽ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവും. പക്ഷേ എന്തായാലും അവർ ചെയ്തൊരു ഡിസിഷൻ ആണെങ്കിലും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെ ഒരു രീതിയിലാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഒപ്പീനിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക. സോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ക്യാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.